ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ ഒരു സ്പെഷ്യൽ ഉപദേശ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്തുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു ഒരു ഉപദേശ വീഡിയോ ഇങ്ങനെ ചെയ്യണം എന്നതിൻ്റെ പിന്നിലെ രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മാർക്കറ്റാണ്. ഓക്കെ, ഇന്നത്തെ മാർക്കറ്റ് ഞാൻ എൻ്റെ ഇത് പറയാൻ കാരണം കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ ട്രേഡ് ചെയ്തപ്പം തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയ ധാരാളം ആൾക്കാരുണ്ട്. എനിക്ക് ഓരോരുത്തരും പേഴ്സണലായിട്ട് അറിയാം, നിങ്ങളിൽ പലരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷേങ്കിൽ ഇന്ന് ഞാൻ പോൾ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഉള്ള ഒരു പ്രോഫിറ്റ് ഗെയിൻ അവിടെ കണ്ടില്ല. മനസ്സിലായി? അപ്പോൾ ഞാനതിങ്ങനെ പരിശോധിച്ച് നോക്കിയപ്പം അതിനകത്തിൽ ഇന്നലെ വരെയും പ്രോഫിറ്റ് ഉണ്ടാക്കിയ പലരുടെയും പേരുകൾ അതിനകത്ത് കണ്ടില്ല. അതിൻ്റെ കാരണം ഇന്നത്തെ ട്രേഡാണ്. അപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, എന്നും നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വാശി പിടിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ആ പൈസയുടെ പകുതിയോളം നിങ്ങൾ കളഞ്ഞ ധാരാളം ആൾക്കാരുണ്ടെന്ന്. കാരണം ഇന്നത്തെ മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റായിരുന്നു, ഇല്ലേ? പലപ്പോഴും സ്റ്റോപ്പ് ലോസുകളൊക്കെ അടിക്കാൻ ധാരാളം സാധ്യതയുള്ള ഒരു മാർക്കറ്റായിരുന്നു ഇന്ന്. പലപ്പോഴും മാർക്കറ്റ് ഒരു 100 പോയിൻ്റ് റേഞ്ചിനകത്താണ് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യുമായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുമായിരുന്നു, ഇല്ലേ? അപ്പം സ്കാൽപ്പ് ചെയ്യുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്കാൽപ്പ് ചെയ്തവർ പോലും ഇന്ന് പെട്ട അവസ്ഥയാണ്. കാരണം വ്യക്തമായ ഒരു പിടി തരാതെ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ച് മാക്സിമം DK വരുത്തിയും, അതുപോലെ തന്നെ വിക്സ് നമുക്ക് അൾട്രാ ലോ പോയി, വളരെ വിക്സ് താഴെ പോയപ്പോഴത്തേക്ക് അപ്പോഴും പ്രീമിയം കയ്യിലിരിക്കുന്ന പ്രീമിയം പിന്നെയും അതിൻ്റെ വാല്യൂ കുറഞ്ഞു വരുന്നു. അപ്പോൾ എല്ലാം കൂടെ ആയപ്പോൾ പെട്ടെന്ന് സ്റ്റോപ്പ് ലോസ് അടിക്കുന്നു. അപ്പം ആകെ നിങ്ങൾക്ക് എരിപിരിയായി. ശരിയല്ല ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഏകദേശം ഒരു 10:30-11 മണി ആയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, നിങ്ങൾ വെറുതെ നോക്കിയിരിക്കേണ്ട, നിങ്ങൾ എഴുന്നേറ്റ് പൊക്കോ, ഇവിടെ കുത്തിയിരിക്കേണ്ട, വേറെ പണിക്ക് പൊക്കോളാം. ഞാൻ പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയുന്നതാണ്, വെള്ളമില്ലാത്തിടത്ത് നിങ്ങൾ മുങ്ങാൻ നിൽക്കരുത്. പക്ഷെ പലപ്പോഴും നിങ്ങൾ വെള്ളമില്ലാഞ്ഞിട്ടും കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ, കുഴപ്പമില്ല, അത്യാവശ്യം വേല് നനഞ്ഞ് കുളിച്ച് പോകാം എന്നുള്ള ധാരണയിലായിരിക്കും നിങ്ങൾ ഇറങ്ങുന്നത്. ചെറിയൊരു പ്രോഫിറ്റെങ്കിലും എടുത്തുകൊണ്ട് ഇറങ്ങുന്നത്, ഏതായാലും മെനക്കെട്ടതല്ലേ, ഒരു ട്രേഡ് എടുക്കാം, പ്രോഫിറ്റ് എടുക്കാം എന്നുള്ള ധാരണയിലായിരിക്കും നിങ്ങൾ ഇറങ്ങുന്നത്. ചിലപ്പം അത് സ്റ്റോപ്പ് ലോസ് അടിക്കും. അപ്പോൾ ആ സ്റ്റോപ്പ് ലോസ് റിക്കവർ ചെയ്യാൻ വേണ്ടി വീണ്ടും ഒരു ട്രേഡ് എടുക്കും. അങ്ങനെ എടുത്ത് കയ്യിലിരുന്ന ഉണ്ടാക്കിയ കാശ് മുഴുവൻ മാനമായിട്ട് മാർക്കറ്റിൽ കൊടുത്തിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനാണ് നിലവിൽ ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് അപ്പം പലരും എന്നെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, സാർ ഇതൊരു മാനസികാവസ്ഥയാണ്, ഇത് എങ്ങനെ ഇതിനെ തരണം ചെയ്യും എന്നൊന്ന് പറഞ്ഞു തരണം. കാരണം ലോസിനെ പിന്നെ എത്ര വേണമെങ്കിലും ഹോൾഡ് ചെയ്യാൻ തയ്യാറാണ്, പക്ഷേ പ്രോഫിറ്റ് കിട്ടുമ്പോഴും അതുപോലെ ഹോൾഡ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. 500-1000 കിട്ടുമ്പോൾ ചാടി ഇറങ്ങുന്നു. ലോസാണ് 2000-3000 ആയാലും തിരിച്ച് കയറുമെന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ ഹോൾഡ് ചെയ്യുന്നു. ഇതെന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയ പ്രോഫിറ്റ് മുഴുവൻ ഇന്ന് കൊണ്ട് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പലരും പരിഭവവും സങ്കടമൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞത്, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്നും ട്രേഡ് ചെയ്യും എന്നുള്ള വാശി, ആ വാശി നിങ്ങൾ ഒഴിവാക്കുക. ആദ്യം നിങ്ങൾ കളയേണ്ടത് എന്നും എനിക്ക് ട്രേഡ് ചെയ്യണം, ഇങ്ങനൊരു ചിന്താഗതി ആദ്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്ത് കളയുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിലനിൽക്കാൻ പറ്റത്തില്ല. ഇനി എന്നെ കേൾക്കുന്ന എൻ്റെ പിന്നെ അനിയന്മാരായാലും ചേട്ടന്മാരായാലും എൻ്റെ അമ്മയുടെയോ അപ്പൻ്റെയോ പ്രായമുള്ള ആൾക്കാരൊക്കെ ധാരാളം പേര് എൻ്റെ കൂടെ ട്രേഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഗ്രൂപ്പിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളത്, എല്ലാവരോടും വളരെ സ്നേഹത്തോടെ, നിങ്ങളുടെ ഒരു മകനെന്നോ അനിയനെന്നോ ചേട്ടനെന്നോ ഏത് രീതിയിൽ കണ്ടായാലും നിങ്ങൾ ഇത് തീർച്ചയായിട്ടും എൻ്റെ ഈ വാക്ക് നിങ്ങൾ പരിഗണിക്കണം. ദയവ് ചെയ്ത് എന്നും നിങ്ങൾ ട്രേഡ് ചെയ്യണം എന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. അങ്ങനെ ഒരു തീരുമാനം തന്നെ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ മാറ്റങ്ങൾ വരുത്താൻ പറ്റും, കുറേ മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാകും. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് കൃത്യമായി പ്രൈസ് ആക്ഷൻ്റെ ഒരു വീഡിയോ സീരീസ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. പലരോടും ഞാനത് കാണാമെന്ന് പറഞ്ഞിട്ടും അവർ അതിനുള്ള സമയം അവർക്കില്ല. പക്ഷേങ്കിൽ അവർക്ക് ട്രേഡ് ചെയ്യണം, പ്രോഫിറ്റ് ഉണ്ടാക്കണം. ഇതെങ്ങനെയാണ് നടക്കുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും ഞാൻ എൻ്റെ വീഡിയോ പറയുന്നതാണ്, പഠിക്കാതെ നമുക്ക് ഒരിക്കലും ട്രേഡിംഗ് ലൈഫിൽ വിജയിക്കാൻ പറ്റത്തില്ല. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ആരുടെയെങ്കിലും കോൾ എടുത്തോ, അല്ലെങ്കിൽ പൊട്ടൻ്റെ മാവേലർ പോലെ എന്തെങ്കിലും എറിഞ്ഞ് വല്ലതും കിട്ടി എന്നുള്ളതല്ലാതെ സ്ഥായിയായിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് നിലനിന്ന് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചേ ഒക്കൂ.
പഠിക്കാതെ പറ്റത്തില്ല. നിങ്ങൾ അതിന് വെറുതെ മെനക്കെടണ്ട. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ കാശ് വെറുതെ ഇവിടെ കൊണ്ട് കളയത്തേ ഉള്ളൂ. നിങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുക എന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് യാതൊരു മാർഗ്ഗവുമില്ല, ഒരു ഗുണവുമില്ല നിങ്ങളിവിടെ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നിൽക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നു, മുന്നോട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്തതിനകത്ത് നിന്ന് 10 പൈസ വരുമാനം ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാകുക. പ്രൈസ് ആക്ഷൻ സീരീസ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അതിനകത്തിൽ ഓരോ എപ്പിസോഡിനകത്തിലും ഓരോരോ ക്യാൻഡിൽ ഫോർമേഷനെ പറ്റിയും ഓരോരോ പാറ്റേണിനെ പറ്റിയും നമ്മൾ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓരോ എപ്പിസോഡും ഓരോന്നോരോന്നായിട്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ നിങ്ങൾ ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. എന്താണ് അവിടെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് മാർക്കറ്റ് താഴോട്ട് വീഴുന്നത്, എന്തുകൊണ്ടാണ് ഇവിടുന്ന് മേലോട്ട് പോകുന്നത്, എന്തിൻ്റെ ബേസിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ വീഡിയോയുടെ അവസാനം ഞാൻ ആ പ്രൈസ് ആക്ഷൻ സീരീസിൻ്റെ ആ പ്ലേലിസ്റ്റിൻ്റെ ഇത് വെച്ചേക്കാം. അത്യാവശ്യം നിങ്ങൾ കാണേണ്ടത് ഒരു ചാർട്ടിൽ എങ്ങനെ ട്രേഡ് എടുക്കാം എന്നുള്ളൊരു വീഡിയോ ഉണ്ട്. ഒരു ചാർട്ടിൽ എങ്ങനെ ട്രേഡ് എടുക്കാം എന്നൊരു വീഡിയോ ഉണ്ട്. രണ്ടാമതൊരു വീഡിയോ ആണുള്ളത് റിജക്ഷൻ ക്യാൻഡിൽ എങ്ങനെ ട്രേഡ് എടുക്കാം. ഈ 2 വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം. ഇത് കാണാതെ നിങ്ങൾ ട്രേഡ് ചെയ്യരുത്. എൻ്റെ ഗ്രൂപ്പിലുള്ളവരോടാണ് ഞാനീ പറയുന്നത്, അല്ലെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടാണ് ഞാനീ പറയുന്നത്. നിങ്ങൾ എന്നെ കാണുന്നവർ, കേൾക്കുന്നവർ, നിങ്ങൾ ട്രേഡ് ചെയ്യാൻ മുന്നോട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ 2 വീഡിയോ, ഒന്ന് ചാർട്ടിൽ എങ്ങനെ ട്രേഡ് എടുക്കാം, 2 റിജക്ഷൻ ക്യാൻഡിൽ എങ്ങനെ ട്രേഡ് എടുക്കാം, ഈ 2 വീഡിയോ അത്യാവശ്യമായിട്ട് നിങ്ങൾ കണ്ടേ മതിയാകും. ഞാൻ ഈ പ്ലേലിസ്റ്റിൻ്റെ അവസാനം ഞാൻ ആ വീഡിയോ പിൻ ചെയ്തേക്കാം. ഈ വീഡിയോയുടെ അവസാനം എൻഡ് സ്ക്രീൻ വരുമല്ലോ, അവിടെ കാണും ആ വീഡിയോ. അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ ആ വീഡിയോ 1-2 പ്രാവശ്യം മനസ്സിരുത്തി കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾ ട്രൈ ചെയ്യുക. അതുപോലെ എന്നും പിന്നെ ട്രേഡ് ചെയ്യാമെന്നുള്ള വ്യാമോഹം അവസാനിപ്പിക്കുക. നമ്മൾക്ക് ഒരു ട്രേഡ് സെറ്റപ്പ് വരുവാണെങ്കിൽ മാത്രം നമ്മൾ ട്രേഡ് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മൾ അനങ്ങാതിരിക്കുക, മാർക്കറ്റിൽ നോക്കിയിരിക്കുക, എന്താ സംഭവിക്കുന്നത് കണ്ടറിയുക. അല്ലാതെ ഇങ്ങനെ രാവിലെ വെള്ളം അടിച്ചിട്ട് പിന്നെ രാവിലെ വെള്ളം അടിക്കാതിരിക്കുമ്പോൾ കൈ പറിക്കുന്നവരുടെ കൂട്ടി ഇങ്ങനെ കൈ പറിച്ച് നിങ്ങൾ ട്രേഡ് എടുത്തിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടി നിങ്ങളൊരു ട്രേഡ് ഉണ്ടാക്കരുത്. ഞാനിന്ന് ട്രേഡ് ചെയ്തില്ലല്ലോ, അതുകൊണ്ട് എനിക്കൊരു ട്രേഡ് വേണം, ഒന്നൊരു ട്രേഡ് ചെയ്തില്ലല്ലോ അതുകൊണ്ട് ട്രേഡ് ഉണ്ടാക്കാൻ പറഞ്ഞ് അങ്ങനെ നിങ്ങൾ ചാർട്ടിനതിൽ ട്രേഡ് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ട്രേഡ് ചെയ്യാൻ വേണ്ടി ഒരു കാരണവശാലും നിങ്ങളങ്ങനെ ചെയ്യരുത്. ട്രേഡിന് വേണ്ടി ട്രേഡ് കണ്ടുപിടിക്കാൻ നടക്കരുത്. ഓക്കെ, ഒരു ട്രേഡ് സെറ്റപ്പ് നമുക്കുണ്ട്. ആ ട്രേഡ് സെറ്റപ്പിലോട്ട് മാർക്കറ്റ് വരുമ്പോൾ എല്ലാ ക്രൈറ്റീരിയയും ഒത്തു വരുമ്പോൾ മാത്രം ട്രേഡ് എടുക്കുക. ആഴ്ചയിൽ 1-2 ദിവസം നിങ്ങൾക്ക് അവസരം കിട്ടുകയുള്ളെങ്കിൽ അന്ന് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. എന്നും ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ട്രേഡിന് അവസരം വരുമ്പോൾ മാത്രം ചെയ്യുക. അവസരം കിട്ടിയാൽ, ട്രേഡിന് എൻട്രി സെറ്റപ്പ് കിട്ടിയാൽ അതിനൊരു എക്സിറ്റ് പോയിൻ്റ് കാണും. നിങ്ങൾക്ക് ന്യായമായിട്ടുള്ള പ്രോഫിറ്റ് എടുത്ത് നിങ്ങൾ മാറാൻ ശ്രമിക്കുക. പല പ്രാവശ്യവും നിങ്ങൾ പോയി ഓക്കെ ഉത്തരം കിട്ടിയല്ലേ, ഇവിടുന്ന് മുകളിലോട്ട് കയറും എന്നൊരു ധാരണ കാണുമായിരിക്കും. ആ ധാരണ അവിടെ ഇരുന്നോട്ടെ. ആ ധാരണയൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാൻ ഇനി അവസരങ്ങൾ ധാരാളം നമ്മുടെ മുന്നിൽ കിടക്കുകയാണ്. തൽക്കാലം നിങ്ങൾ ന്യായം പാലിച്ച് നിങ്ങളുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ലാഭം ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരി നഷ്ടത്തെ ലഘൂകരിക്കാൻ ശ്രമിക്കുക, നഷ്ടത്തെ ലിമിറ്റ് ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങളുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതായിരിക്കണം പ്രഥമ പരിഗണന. പിന്നാണ് ലാഭം നഷ്ടത്തെ ലഘൂകരിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ലാഭം പിന്നെയും വന്നോളൂ. ഇതൊക്കെ ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോ പല പ്രാവശ്യമായിട്ട് പറയുന്നതാണ്. ഇത് പിന്നെയും പറയുന്നുള്ള കാര്യം വെച്ചാൽ പലരും ഇത് പറഞ്ഞ് കേട്ടിട്ടും എത്ര കേട്ടിട്ടും പൊട്ടനെ കണക്കാണ്. പൊട്ടിയ കലത്തിൽ വെള്ളം കോരി ഒഴിക്കുന്ന പോലെയാണ്. ഇങ്ങനെ ഒരു വെള്ളം നമ്മൾ എത്ര ആണ് കോരി ഒഴിക്കുക, പക്ഷേ ചവിട്ടി കുടിക്കുക, ചോർന്ന് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ പോലെയാണ്. എത്ര ഒഴിച്ചിട്ട് യാതൊരു കാര്യമില്ല. അങ്ങനെയല്ല, നിങ്ങൾ വെറുതെ പൈസ കൊണ്ട് കളയരുത്. അങ്ങനെ നിങ്ങൾക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ 1-2 പേരോട് പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നതിൻ്റെ കാര്യം, നിങ്ങൾ എൻ്റെ ഗ്രൂപ്പിൽ എന്നെ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്കറിയാം, ഇപ്പോൾ എന്നെ കേൾക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയുന്നത് സംഭവിച്ചെന്നുള്ള കാര്യം. ഇത് മുന്നേ കണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ട്രേഡ് ചെയ്യരുത്, നിങ്ങൾ മാറി നിൽക്കുക, നിങ്ങൾക്ക് ഇന്ന് ട്രേഡ് ചെയ്യാൻ അവസരമില്ല. നമുക്ക് അവസരമില്ല. നിങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴെങ്കിലും ഒരു അപ്ഡേഷൻ ഇട്ടില്ല. കാരണം ഇട്ടിട്ട് കാര്യമില്ല. നമുക്ക് ചുമ്മാ അപ്ഡേഷൻ ഇട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമുക്കൊരു ട്രേഡ് സെറ്റപ്പ് ഇപ്പോൾ ആ സമയം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ബാക്കിയുള്ള 4 ദിവസമോ നമ്മൾ എത്ര മനോഹരമായിട്ട് ട്രേഡ് ചെയ്തു. അതിന് നമുക്ക് അവസരം ഉണ്ടായിരുന്നു. നമുക്ക് നല്ല ട്രേഡ് പാറ്റേൺസ് കിട്ടി, ഇല്ലേ? നല്ല ഫോർമേഷൻസ് കിട്ടി, നല്ല ക്യാൻഡിലുകൾ കിട്ടി,
നല്ല രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അത് വെച്ച് നമ്മൾ ധാരാളം ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കി, ഇല്ലേ? ശരിയല്ലേ? പക്ഷേ ആ ഉണ്ടാക്കിയതൊക്കെ നിങ്ങൾ അത്രയുമോ അല്ല അതിൻ്റെ പകുതിയോ നിങ്ങൾ ഇന്ന് കൊടുത്തിട്ട് അവസാനം വീക്കിലി നിങ്ങൾ ലോസിൽ ഇറങ്ങേണ്ടി വന്നു. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഓക്കെ വീക്കിലി ലോസ് എന്നൊരു പലരും പറയും, സാറേ ഞങ്ങൾക്ക് അത്ര ലോസ് ഒന്നുമില്ല, 1000 രൂപയുള്ളൂ, 1500 രൂപയ്ക്കുള്ളൂ. ശരിയാണ്, സമ്മതിച്ചു. 1000 1500 അത് ലോസല്ലേ? പൈസ പോയില്ലേ? 1 രൂപ എന്ന് പറഞ്ഞാലും പൈസ പോയി. 1 രൂപയ്ക്കും വിലയുള്ള കാര്യമല്ലേ? അപ്പോൾ അതുകൊണ്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദയവ് ചെയ്ത് എല്ലാ ദിവസവും നിങ്ങൾ ട്രേഡ് ചെയ്യണം എന്ന് വാശി പിടിക്കല്. നിങ്ങളുടെ കൺവിക്ഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ നമുക്ക് ചാർട്ടിനകത്തിൽ ഒരു ട്രേഡ് സെറ്റപ്പ് വരുമ്പോൾ മാത്രം ട്രേഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. അങ്ങനെ പരിശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വിജയിക്കാൻ പറ്റും. അതിൽ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ അടിച്ചോട്ടെ. ഇന്നിപ്പോൾ പലരും ട്രേഡ് എടുത്ത് പലരുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഒരു എത്തും പിടി തരാത്ത രീതിയിലാണ് ക്യാൻഡിലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചത്. നമുക്കൊരു ശരിക്കും ഒരു ട്രേഡ് സെറ്റപ്പ് നമുക്കിന്നില്ലായിരുന്നു. ഒരു ക്യാൻഡിൽ മേലോട്ട് പോകും, അടുത്ത ക്യാൻഡിൽ താഴോട്ട് വരും, പിന്നെ റിജക്ഷൻ വരും, പിന്നെ മേലോട്ട് പോകും. അപ്പം അവിടെ ഒന്ന് നമ്മൾ ട്രേഡ് എടുക്കുവാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കത്തേ ഉള്ളൂ. അങ്ങനെ ഇപ്പം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മണിക്കൂറുകളിൽ 1-2 പേര് എനിക്ക് മെസ്സേജ് അയച്ചു, സാറേ സ്റ്റോപ്പ് ലോസ് അടിച്ചു. പക്ഷേ ശരിയാണ്, അടിച്ചു. കാരണം നമുക്കിതൊരു ട്രേഡ് സെറ്റപ്പ് ഇല്ല. നമുക്ക് 100 പോയിൻറ്റിനകത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യുന്ന മാർക്കറ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്യാനാണ്? സ്കാൽപ്പേഴ്സിന് പോലും ഒരു പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ പറ്റാതെ പെട്ടുപോയ ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അതുപോലെ തന്നെ ഈ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന മെൻറ്റാലിറ്റി, ഞാൻ പറഞ്ഞല്ലോ ലോസാണ് എത്ര വേണമെങ്കിലും ഹോൾഡ് ചെയ്യും, പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ പരിധി വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എക്സിറ്റ് ആവുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് കൃത്യമായ സ്റ്റോപ്പ് ലോസും ടാർജറ്റും ഇല്ല നിങ്ങൾ ട്രേഡ് ചെയ്യില്ല. അങ്ങനെയുള്ളവരോടാണ് എനിക്ക് പറയുന്നത്. കൃത്യമായ സ്റ്റോപ്പ് ലോസും ടാർജറ്റും ഇല്ല. സ്റ്റോപ്പ് ലോസ് എന്തുകൊണ്ടാണ് നിങ്ങൾ മാനിക്കാത്തത്? തിരിച്ചു കയറും എന്നുള്ള പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ വേണ്ട. ഇത്രയും നാൾ നിങ്ങൾ പ്രതീക്ഷ നടന്നോ? ഇത്രയും നാൾ ഇത് തന്നെയല്ലേ നിങ്ങൾ ചെയ്തത്, അല്ലേ? തിരിച്ചു കയറും എന്നുള്ള പ്രതീക്ഷയിലല്ല നിങ്ങൾ ഇത്രയും നാളും ചെയ്തത്. എന്നിട്ട് വല്ലതും നടന്നോ? ഒന്നും നടന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ പരിപാടി അവസാനിപ്പിക്കുക. നിങ്ങൾ സിസ്റ്റം സ്റ്റോപ്പ് ലോസ് നോക്കുന്നതെങ്കിൽ അത് മാനേജ് ചെയ്യുക. അല്ല, നിങ്ങൾ ചാർട്ടിനകത്തിലെ ലെവലുകളാണ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നതെങ്കിൽ ആ പോയിന്റിലെത്തുമ്പോൾ നിങ്ങൾ ഇറങ്ങാൻ ശ്രമിക്കുക, ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആകാൻ ശ്രമിക്കുക. ഓക്കെ, അതിനുശേഷം വീണ്ടും ട്രേഡ് സെറ്റപ്പ് വരുവാണെങ്കിൽ അതിനകത്ത് വീണ്ടും എൻട്രി എടുത്തു. അപ്പോൾ നമ്മൾ ഈ സപ്പോസ് 500 750 രൂപ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1 2 3 സ്റ്റോപ്പ് ലോസ് കൊടുക്കാനുള്ള ട്രേഡ് കാണും. 3 ട്രേഡ് നമുക്ക് ചെയ്ത് സ്റ്റോപ്പ് ലോസ് അടിക്കുവാണെങ്കിലും അതിനുള്ള അവസരമുണ്ട്. നിങ്ങൾ ഒറ്റ ട്രേഡിൽ 3000 4000 സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ നഷ്ടം സഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എന്താ അർത്ഥം? അപ്പോൾ ആ 4000 സ്പ്ലിറ്റ് ചെയ്ത് 4 ട്രേഡ് ആക്കാമല്ലോ നിങ്ങൾക്ക്. 4000 ഒറ്റ ട്രേഡ് സഹിക്കുന്നതിന് പകരം ഓരോ പ്രാവശ്യം 1000 രൂപ കൊടുത്തിട്ട് നിങ്ങൾക്ക് 4 സ്റ്റോപ്പ് ലോസ് പരീക്ഷിക്കാമല്ലോ. ചിലപ്പോൾ അത് 2 വിജയിച്ചു കഴിഞ്ഞാലോ ഈ ലോസ് എല്ലാം കവർ ആവത്തില്ലേ? എന്തിനാണ് നിങ്ങൾ ഈ 4000 ഒറ്റയടിക്ക് കൊടുക്കാനിരിക്കുന്നത്? ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം മനസ്സിലായി നിങ്ങൾക്ക്? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് പാലിക്കാൻ ശ്രമിക്കുക. ഒന്നീ സിസ്റ്റം സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് അത് 10 പോയിൻറ്റ് 15 പോയിൻറ്റ് എത്ര നിങ്ങളുടെ ധാരണയ്ക്കനുസരിച്ച് ക്യാപിറ്റൽ അനുസരിച്ച് നിങ്ങൾ വെക്കുക. അല്ല, ചാർട്ടിനകത്ത് ലെവൽ നോക്കിയാണ് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് മാനേജ് ചെയ്തെങ്കിൽ ആ ലെവലിൽ ട്രേഡ് എത്തുമ്പം നിങ്ങൾ കൃത്യമായിട്ട് അവിടെ ഇറങ്ങാൻ ശ്രമിക്കുക. ആ സ്റ്റോപ്പ് ലോസ് പറഞ്ഞ നമ്മൾ സെറ്റ് ചെയ്ത സ്റ്റോപ്പ് ലോസ് അവിടെ നമ്മൾ ഇറങ്ങിയിരിക്കണം. പിന്നെ നിങ്ങൾക്കൊരു ട്രേഡ് വരുവാണെങ്കിൽ ചിലപ്പം അതിനുശേഷം മാർക്കറ്റ് തിരിച്ച് കയറി പോകായിരിക്കും. പോയിക്കോട്ടെ, അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. മനസ്സിലായില്ലേ? ചിലപ്പോൾ അതുപോലെ തന്നെ അതിന് ശേഷം അത് അഗാധ ഗർത്തത്തിൽ പോകുന്ന പോലെ പൊട്ടി താഴെ വീഴുകയാണെങ്കിലോ അപ്പോഴും നിങ്ങൾക്ക് ആശ്വസിക്കാമല്ലോ. ഞാൻ പറയാൻ മനസ്സിലായി? അപ്പം അങ്ങനെ പല പ്രാവശ്യം നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് കഴിയുമ്പം, നിങ്ങൾ അങ്ങനെ ട്രേഡ് എടുത്ത് കഴിയുമ്പോൾ ചിലപ്പം അതിൽ 1 2 3 ട്രേഡ് വിന്നിങ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ രക്ഷപ്പെട്ടില്ലേ? ആ പ്രോഫിറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് മുഴുവൻ നിങ്ങൾക്ക് തിരിച്ച് പിടിക്കില്ലോ. അപ്പോൾ അതുകൊണ്ട് ഒറ്റ ട്രേഡിൽ എല്ലാം തിരിച്ചു പിടിക്കണം എന്നുള്ള വാശി ഉപേക്ഷിക്കുക. നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ ആ അവസരത്തിനൊത്ത് നിങ്ങൾ ട്രേഡിന് എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക. അത് ആ കട്ടുന്ന ഒറ്റയടിക്ക് കൊടുക്കുന്ന സ്റ്റോപ്പ് ലോസ് സ്പ്ലിറ്റ് ചെയ്ത് പല ട്രേഡുകളിലൊക്കെ ഇട്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ 4 ട്രേഡ് ചെയ്യുമ്പോൾ ചിലപ്പം അതിൽ 2 ട്രേഡ് വിജയിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ബാക്കി 2 സ്റ്റോപ്പ് ലോസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ലേ? ഓക്കെ, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആണെങ്കിലും ഒരു നിശ്ചിത പരിധി എത്തുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ലെവലിൽ എത്തുമ്പോൾ നിങ്ങളവിടെ മുട്ടാൻ നോക്കിയിരിക്കുക, നിങ്ങളവിടെ ഇറങ്ങാൻ ശ്രമിക്കുക. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ചൊവ്വേ നേരെ പഠിക്കാൻ ശ്രമിക്കുക. പഠിക്കാതെ നിങ്ങൾക്ക് ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും കുറുക്ക് വഴി തരാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും
ഒരു കാര്യവുമില്ല. ഒരു ദിവസം 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പം പ്രോഫിറ്റ് കിട്ടുമായിരിക്കും. ആത്യന്തികമായി നിങ്ങൾ ഒരു വലിയ അഗാധ ഗർത്തത്തിലോട്ട് വീഴത്തേ ഉള്ളൂ. പിന്നെ മണ്ണ് വാരി മുകളിൽ ഇട്ടാൽ മതി. പറഞ്ഞ് മനസ്സിലായല്ലോ? അതുകൊണ്ട് ഇനിയെങ്കിലും ഇന്ന് സംഭവിച്ചു. പാസ്റ്റ് ഈസ് പാസ്റ്റ്. കഴിഞ്ഞ കാര്യം കഴിഞ്ഞു. ഇനിയെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സൂക്ഷ്മമായിട്ടും വളരെ ശ്രദ്ധിച്ചും മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മാർക്കറ്റ് വിജയിക്കാൻ പറ്റത്തില്ല. ഓക്കെ, നിങ്ങൾ പരിപാടി അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അല്ല, നിങ്ങൾക്ക് ഈ പോയ പൈസയൊക്കെ തിരിച്ച് ഇതിനകത്ത് നിന്ന് എങ്ങനെയെങ്കിലും തിരിച്ച് പിടിക്കണം എന്നുള്ള ഒരു എന്താ പറയുന്ന ഒരു ത്വര നിങ്ങളിലുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുസരിക്കുക. കൃത്യമായി സ്റ്റോപ്പ് ലോസ് കൊടുക്കുക. കൃത്യമായി ടാർഗറ്റിൽ നിങ്ങൾ ഇറങ്ങാൻ ശ്രമിക്കുക. പിന്നെ ഒരു നിശ്ചിത പരിധിയിൽ കൂടുതൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് സഹിക്കാനും നിങ്ങൾ തയ്യാറാകരുത്. ഓക്കെ, അതുപോലെ തന്നെ എന്നും ട്രേഡ് ചെയ്യണം എന്നുള്ളൊരു വാശി അവസാനിപ്പിക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബിഗിനേഴ്സ് കഴിവതും നിങ്ങൾ സെൻസെക്സിൽ നിന്ന് മിഡ് ക്യാപ്പിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് കൃത്യമായ, കാരണം സെൻസെക്സിലൊന്നും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ബിഗിനേഴ്സിന്. കാരണം ഒറ്റ ക്യാൻഡിൽ തന്നെ ചിലപ്പോൾ 100, 150, 200 പോയിൻ്റൊക്കെ ചിലപ്പോൾ ഒരു ക്യാൻഡിൽ വീഴും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ക്യാപിറ്റലിനെ മൊത്തമായിട്ട് തന്നെ വാഷ് ഔട്ടായി കളയുന്ന സംഭവമാണ് സെൻസെക്സ്. ഓക്കെ, അതുകൊണ്ട് അതിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നിൽക്കുക. അതുപോലെ മിഡ് ക്യാപ്പ് ആണെങ്കിലും ലോട്ട് സൈസ് കൂടുതലാണ്. നിങ്ങൾ അതിനകത്ത് ട്രേഡ് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു മൂവ്മെൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നഷ്ടമായാലും ലാഭമായാലും അതിൻ്റെ ഭീകരത വളരെ കൂടുതലായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ട് മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നവരും വളരെ സൂക്ഷിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. കഴിവതും നിങ്ങൾ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ എക്സ്പയറി അടുക്കുമ്പോൾ ഒരു എക്സ്പയറി മാറി ട്രേഡ് ചെയ്യാൻ നോക്കുക. നെക്സ്റ്റ് എക്സ്പയറിയിലോട്ട് ട്രേഡ് ചെയ്യാൻ നോക്കുക. കഴിവതും നിങ്ങൾ ചൊവ്വാഴ്ച ആണല്ലോ നമ്മുടെ എക്സ്പയറി, അത് കഴിഞ്ഞ് ബുധൻ വ്യാഴം ദിവസങ്ങളൊക്കെ വേണേൽ ആ കറണ്ട് എക്സ്പയറി ട്രേഡ് ചെയ്യുക. അതിനുശേഷം വെള്ളിയാഴ്ച നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ തന്നെ നെക്സ്റ്റ് എക്സ്പയറി തന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കുറച്ച് ഫണ്ട് കൂടുതൽ വേണം, ശരിയാണ്. എങ്കിലും കുറച്ചുകൂടെ നമുക്കൊരു സേഫ്റ്റി നമുക്ക് അവിടെ കിട്ടും. അതുകൊണ്ട് കഴിവതും ഒരു എക്സ്പയറി മാറി നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് നിങ്ങളെ രക്ഷിക്കും. നിങ്ങളുടെ DKയിൽ നിന്നും കുറച്ച് നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നും കേൾക്കുന്ന കാര്യമാണ്. എങ്കിലും ഇന്നത്തെ ധാരണ വെച്ചിട്ട് എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 65% നമുക്ക് വീക്കിലി ആൾക്കാർ പ്രോഫിറ്റിൽ ഇറങ്ങിയായിരുന്നു. അതിൽ 60%, അതിൽ 20% ആൾക്കാർ സ്റ്റോപ്പ് ലോസ് ലിമിറ്റഡ് സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. ഇല്ലേ, ലിമിറ്റഡ് ലോസ് ആയിരുന്നു. അപ്പോൾ ബാക്കി ഏകദേശം 15% ആൾക്കാർ മാത്രമേ ഉള്ളായിരുന്നു നല്ല ലോസിൽ പോയത്. പക്ഷേ ഈ ആഴ്ച നമ്മൾ ഇന്നത്തെ ഈ പ്രശ്നം കൊണ്ട് തന്നെ ഏകദേശം 50-55% ആൾക്കാർ മാത്രമേ പ്രോഫിറ്റിൽ ഇറങ്ങിയിട്ടുള്ളൂ. ബാക്കി ഏകദേശം ഒരു 25% ആൾക്കാർ ലിമിറ്റഡ് ലോസാണ്. ആ ലിമിറ്റഡ് ലോസ് ഓക്കെ സമ്മതിച്ചു, പക്ഷേ എന്നാലും ലോസ് തന്നെയാണ്. ₹1 ലോസ് ആയാലും അത് ലോസ് തന്നെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇനിയും ഇതിങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം എന്നെക്കൊണ്ട് കഴിയാവുന്നതിൻ്റെ പരമാവധി ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ തിരിച്ച് നിങ്ങൾ ആ ഒരു ആത്മാർത്ഥത നിങ്ങൾ കാണിക്കണമെന്ന് ഞാൻ പബ്ലിക്കായിട്ട്, ഇതിപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ ഒന്നും ആരും ചെയ്യാറില്ല, പക്ഷേ പബ്ലിക്കായിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ പറയുകയാണ്, ദയവ് ചെയ്ത് നിങ്ങൾ ചുമ്മാതെ വെറുതെ ഒരു ധാരണയുമില്ലാതെ മാർക്കറ്റിൽ ബിഹേവ് ചെയ്യരുത്. ഒരു ധാരണയില്ല. നിങ്ങൾക്കൊരു എൻട്രി പോയിൻ്റ് കിട്ടാതെ, ഒരു എൻട്രി സെറ്റപ്പ് വരാതെ നിങ്ങൾ ട്രേഡ് ചെയ്യരുത്. ആവശ്യമില്ലാതെ ട്രേഡ് ഉണ്ടാക്കാൻ വേണ്ടി, ട്രേഡ് ചെയ്യാൻ വേണ്ടി നിങ്ങളൊരു ട്രേഡ് ഉണ്ടാക്കരുത്. എന്നും ട്രേഡ് ചെയ്യണമെന്നുള്ള വാശി ഉപേക്ഷിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങളുടെ ലോസിനെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം അതിന് പിന്നെ അത് സഭ്യമായ ഭാഷയിലൊന്നും ആണെങ്കിലും ഒരു പ്രശ്നവുമില്ല. ഓക്കെ, അത് നിങ്ങൾക്ക് പിന്നെ എന്താ പറയുന്നത്, ഇന്ന് എന്താ സംഭവിച്ചത്, റിയാലിറ്റി സത്യമായിട്ട് തന്നെ നിങ്ങൾ തുറന്നെഴുതുക. എന്തെങ്കിലും മാത്രമേ എനിക്കും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളല്ലോ. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വളരെ മിതത്വം പാലിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.